ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഞാൻ പണ്ടപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഏതൊരു ബിരിയാണിയാണ്. എൻ്റെ റെസിപ്പി ഒന്നും ഓർമ്മ ഉണ്ടായില്ല. പിന്നെ ഞാൻ അങ്ങനെ തട്ടിക്കൂട്ടി അങ്ങനെ ഉണ്ടാക്കി നോക്കി. അതിനിടെ ഈ തക്കാളി സവാളയൊക്കെ അരിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ചിക്കൻ എടുക്കുക. ആ ചിക്കനിലേക്ക് മസാലകളെല്ലാം, അതായത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, അതിൻ്റെ ഒപ്പം ഒരു മാഗി പൊടി പൊടിച്ചിട്ട് അതിനോട്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങനെ തിരുമ്മി യോജിപ്പിക്കുക. അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് 4 കെട്ടിയിട്ട് അത് വിട്ട് തിരുമ്മി യോജിപ്പിച്ചേക്കാം. ഇങ്ങനെ തന്നെ വെച്ച് ചട്ടിയിൽ എന്ത് ചെയ്യുക, വേവിക്കാം. ഒരു ഭാഗം വറന്നു കഴിയുമ്പോൾ അടുത്ത ഭാഗത്ത് ആ സമയത്ത് ചട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുക, കുറച്ച് സവാള സെപ്പറേറ്റ് അരിഞ്ഞിട്ട് അത് എന്ത് ചെയ്യുക, മുരിച്ചെടുക്കുക. വെള്ളത്തിൽ അരിയും ഇട്ടിട്ട് എന്ത് ചെയ്യുക, തിളപ്പിക്കാൻ പറ്റുക. ഈ പരിവാകുമ്പോൾ വെന്ത് വന്ന അരി ഇതിലോട്ട് എടുത്തിടുക. തുറക്കുമ്പോൾ ഇതേപോലെ ദമ്മായിട്ടിരിക്കും. ഒരു രക്ഷയില്ല മോനെ. ഇതിങ്ങനെ ഇരുന്നുണ്ട് ബിരിയാണി. ഞാൻ സത്യം പറയാടാ, അന്യായ ടേസ്റ്റായിരുന്നു. നിങ്ങൾ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്ന് നോക്കി. അരിയുടെയൊക്കെ നല്ല വെറുതെ ചെറിച്ചിറങ്ങണ അരിയാണ്. നല്ല രസമുണ്ടായിടാ. ആ ഉരുളക്കിഴങ്ങും അതിൽ നിന്നൊരു